എല്ലാവർക്കും നമസ്കാരം. ഇമിക്കയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു 28 ഡേയ്സ് സൈക്കിളുള്ള ഒരു വ്യക്തിയുടെ ഓവുലേഷൻ ഇന്ന ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 30 ഡേയ്സ് സൈക്കിളുള്ള ഒരു വ്യക്തിയുടെ ഓവുലേഷൻ ഡേ ഇന്ന ദിവസമായിരിക്കും. അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ സൈക്കിളിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ അറിയില്ലാത്തവർക്ക്, അതായത് അവനവൻ്റെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ലെങ്ത് അറിയില്ലാത്തവർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് കറക്റ്റ് 28 ഡേയ്സ് കൂടുമ്പോൾ മെൻസ്ട്രേഷൻ കാണപ്പെടും. അങ്ങനെയുള്ളവർക്ക് ഈസിയാണ് അവരുടെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ലെങ്ത് പറയാനായിട്ട്. അത് കറക്റ്റ് 28 ഡേയ്സ് തന്നെ ആയിരിക്കും. പക്ഷെ ചിലവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസം 28 ഡേയ്സ് കണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു 30 ഡേയ്സ് കാണും. പിന്നത്തെ മാസം അതൊരു ചിലപ്പോൾ ഒരു 27 അല്ലെങ്കിൽ 26 ഡേയ്സ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതിൽ ഈ മെൻസ്ട്രേഷന്റെ ലെങ്ത് നമുക്ക് ഒരു എക്സാക്ട് ഇത്ര ദിവസത്തിലുള്ള സൈക്കിളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. അതായത് നിങ്ങളൊരു കലണ്ടർ എടുക്കുക, ഒരു കാൽക്കുലേറ്റർ എടുക്കുക. കലണ്ടറിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസത്തെ നിങ്ങൾ മെൻസ്ട്രേഷൻ ആയത്, അതായത് ബ്ലീഡിങ് കണ്ടത്, അതായത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് 2, 3, 4 മാസത്തെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അതായത് ബ്ലീഡിങ് ഫസ്റ്റ് കാണുന്ന ആ ദിവസം. അതിനുശേഷം നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 മാസം എടുത്തു നോക്കി. അതിൽ ജനുവരി നിങ്ങൾ 5-ാം തീയതി ആയെങ്കിൽ ഫെബ്രുവരി കണ്ടത് 4-ാം തീയതി ആണ്. അപ്പൊ ജനുവരി 5-ാം തീയതി തൊട്ട് നിങ്ങൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. എവിടം വരെ? ഫെബ്രുവരി 3-ാം തീയതി വരെ. അതായത് 4-ാം തീയതി നിങ്ങളുടെ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 3-ാം തീയതി വരെയുള്ളതാണ് നിങ്ങളുടെ ഒരു സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 അല്ലെങ്കിൽ 4 മാസത്തെ നിങ്ങൾ ഇതേപോലെ കൗണ്ട് ചെയ്ത് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫസ്റ്റ് മന്ത് 28 ഡേയ്സ്, സെക്കൻഡ് മന്ത് എത്ര വന്നോ അത് മെൻഷൻ ചെയ്ത് വെക്കുക, തേർഡ് മന്ത് എത്ര വന്നോ അത് മെൻഷൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 3 മാസം നോക്കിയപ്പോൾ ഇത്രയും ഡേയ്സ് വന്നിട്ടുണ്ടാവുമല്ലോ, ആ ഡേയ്സ് മുഴുവന് ആഡ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ആ 3 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ. അപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എത്ര മാസത്തെ ഡേയ്സ് ആണ് നിങ്ങൾ നോക്കിയേക്കണമെന്ന് ഉണ്ടാവുമല്ലോ, ആ മാസം വെച്ചിട്ട് അതിനൊന്ന് ഹരിക്കുക. ഹരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ആണ് നിങ്ങളുടെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ലെങ്ത് അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, പീരീഡ്സ് റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് അറിയാനായിട്ട് ഈ ലെങ്ത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനേക്കാളും ഉപരിയായിട്ട് കറക്റ്റ് ഓവുലേഷൻ ഡേ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിന്റെ ലെങ്ത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യത്തിന് ഹെൽപ്ഫുൾ ആവും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.